നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 1 യോഹന്നാൻ 4:20-21 ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്ന് കൽപ്പന നമുക്ക് അവനിൽ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തോട് വലിയ സ്നേഹമാണ്. ഞാൻ ദൈവത്തിന്റെ അടുത്ത ആളാ. ഞാൻ ഭയങ്കര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഉപവസിക്കുന്ന ആളാ. ഞാൻ പലതുമാ. എന്നാൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് മറ്റുള്ളവരോട് ചിലരോടൊക്കെ ഒരു പിണക്കം. സഹോദരനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. എന്റെ കൂട്ട സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലേ? നീ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? വചനം വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ. തന്റെ സഹോദരനെ പകയ്ക്കുക, തന്റെ സഹോദരനെ ഉപദ്രവിക്കുക. എത്രയോ ഭവനങ്ങളായിന്ന് സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാതെ ഇന്ന് മിക്ക ഭവനങ്ങളിൽ ഒരാളും 2 പേരേ ഉള്ളൂ. അവര് തമ്മിൽ സംസാരിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവസ്നേഹം, ദൈവം സ്നേഹമാ. നിന്റെ ഉള്ളത്തിൽ ആ ദൈവത്തിന്റെ സ്നേഹമുണ്ടോ? നിനക്ക് നിന്റെ സഹോദരനെ സ്നേഹിക്കാനായിട്ട് കഴിയും. നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നിന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കർത്താവിന്റെ സ്നേഹം ക്ഷമിക്കുന്നതാ. വചനമേ പറഞ്ഞു ദിവസം 70 വട്ടം ക്ഷമിക്കുവാൻ. ഹല്ലേലൂയ. നീ മനഃപൂർവ്വമായി ഒന്ന് ക്ഷമിച്ചേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. സഹോദരനോട് ക്ഷമിക്കുമ്പോൾ നീ അവിടെ കുറയുകയല്ല, ദൈവസന്നിധിയിൽ നീ അവിടെ ഉയർത്തപ്പെടുകയാണ്. ഇന്ന് ഭവനങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമാ, സ്നേഹമില്ല. എല്ലാവരും ബിസിയാ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ സ്നേഹിക്കുവാനോ സമയമില്ല. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് സംസാരിക്കാൻ സമയമില്ല. എല്ലാവരും ഭയങ്കര ബിസിയാ. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. നമ്മുടെ ഉള്ളത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ആ സ്നേഹം, അത് പരസ്പരം സ്നേഹിക്കുവാനും സഹോദരനെ സ്നേഹിക്കുവാനും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നമുക്ക് അവരെ സ്നേഹിക്കാനായിട്ട് കഴിയണം. നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് നിന്റെ സഹോദരനെ സ്നേഹിക്കാനായിട്ട് കഴിയും. നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ സഹോദരനോട് നിനക്ക് അവൻ എന്തെങ്കിലും ഇടർച്ച നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ക്ഷമിക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ ഈ സ്നേഹത്തെ തന്നിരിക്കുക. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ പരസ്പരം സ്നേഹത്തിൽ വസിക്കുന്നത് കാണാനാണ്. ഞാനും നിങ്ങളും ഓർത്തുകൊണ്ട് നമ്മൾ ഒരപ്പന്റെ മക്കളാണ്. ഒരപ്പന്റെ മക്കൾ കലഹിച്ച് ജീവിക്കുന്നത് കാണാനല്ല പിതാവ് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ക്രിസ്തുവിൽ നമ്മുടെ കൂടെയുള്ള വ്യക്തിയെ ക്രിസ്തുവിൽ തികഞ്ഞതായിട്ട് കാണാൻ കഴിയുമെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് കഴിയും. ദൈവം സ്നേഹമാണ്. കൊരിന്ത്യർ 13 പറയുന്നു, നമുക്ക് വേറെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും, എല്ലാ കൃപാവരങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, നിന്റെ ഉള്ളത്തിൽ സ്നേഹമില്ലേ, ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. സ്നേഹിക്കാനായിട്ട് കഴിയണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട്, മറ്റുള്ളവരെ കരുതുവാനായിട്ട് ആ ഒരു ഹൃദയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയതാണ്. നീ കണ്ടോണ്ടിരിക്കുന്ന, നീ ദിവസം കാണുന്ന, നീ ഇടപെടുന്ന വ്യക്തിയോട് നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ നീ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ഹല്ലേലൂയ. നിന്നിലൂടെ അനേകർ യേശുവിനെ അറിയണമെങ്കിൽ, നിന്നിലൂടെ അനേകർ കർത്താവിനെ അറിയണമെങ്കിൽ ആ ദൈവ സ്നേഹം നിന്നിൽ നിന്നും പുറപ്പെടണം. ആ ദൈവ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നോ, തീർച്ചയായും നിന്നിലൂടെ അവർ കർത്താവിനെ അറിയാനായിട്ട് കഴിയും. അനേകര് കൂടെയുള്ളവര് രക്ഷിക്കപ്പെടാനായിട്ടും, അല്ലെങ്കിൽ മറ്റുള്ളവരെ രക്ഷിക്കപ്പെടാനും, കുടുംബങ്ങളിലുള്ളവരെ രക്ഷിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു. നീ അവരിൽ ഒന്ന് സ്നേഹം പകർന്നു കൊടുത്തേ. നിന്റെ സ്നേഹം അവരിൽ, ആ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന സ്നേഹം നീ ഒന്ന് പകർന്നു കൊടുത്തേ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും നിന്നിലൂടെ അവർ ഓരോരുത്തരും കർത്താവിനെ അറിയും. കാരണം കർത്താവാണ് നമ്മളെ വിളിച്ചത്. ആ വിളിച്ച കർത്താവിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഒരു ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ചില നിയമങ്ങളുണ്ട്. അവിടെ ജോലി വേണമെങ്കിൽ ഈ നിയമങ്ങൾ പാലിക്കണം. ഹല്ലേലൂയ. ഇത് ദൈവരാജ്യത്തിന്റെ ഒരു നിയമമാണ്. നിന്റെ സഹോദരനെ ഒന്ന് സ്നേഹിച്ച്, നിന്റെ സഹോദരനുമായിട്ട് നീ അയക്കുന്ന സ്നേഹമായിട്ട് ജീവിച്ച്, നിന്റെ കൂടെ ഉള്ളവരെ ഒന്ന് സ്നേഹിച്ച്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ കർത്താവ് മാറ്റും. ഹല്ലേലൂയ. അത് കർത്താവിന്റെ സ്വഭാവമാണ്. കർത്താവ് വലിയവനാ. ഈ വചനങ്ങളാ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പിതാവേ, സ്തുതിക്കുന്നു ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. കലഹത്തിലായിരിക്കുന്ന ഭവനങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് പല ഭവനങ്ങളിലും കർത്താവെ സമാധാനമില്ലല്ലോ നാഥ. ഹല്ലേലൂയ കർത്താവേ. ഹസ്ബൻഡ് വൈഫ് തമ്മിൽ സംസാരിക്കാതെ പിണങ്ങി ജീവിക്കുന്ന അനേകം ഭവനങ്ങൾ കർത്താവേ.
ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് സംസാരിക്കാത്ത ഭവനങ്ങൾ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അവിടെയൊക്കെ അപ്പാ നിന്റെ ദൈവീയ സ്നേഹം അവിടെ പകരപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, ദുഷ്ടന്റെ എല്ലാ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങളിൽ നിന്ന് നീങ്ങി മാറട്ടെ. വ്യക്തികളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ കർത്താവേ. നിന്റെ സ്വർഗീയമായ ഒരു സന്തോഷം ഭവനങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും കർത്താവേ, നിന്റെ മക്കളെ ഒക്കെ നീ ഒരുക്കുന്നതിനായ സ്തോത്രം. എല്ലാവരുടെ മേലും അപ്പാ നിന്റെ കൃപയുള്ളതിനായ സ്തോത്രം ചെയ്തു കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നീ നിമിഷം കർത്താവേ വ്യക്തികളുടെ മേൽ ഒരു മാനസാന്തരം കർത്താവേ, കയ്പും വിദ്വേഷവുമായിട്ട് ഹൃദയത്തിൽ വ്യക്തികളോട് ഇരിക്കുന്ന വ്യക്തികളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. ഹല്ലേലൂയ. മഞ്ഞുരുകുന്നത് പോലെ ആ ഭാരങ്ങളൊക്കെയും ഉരുകി മാറട്ടെ. ഹല്ലേലൂയ. ആ കയ്പൊക്കെയും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ കർത്താവേ. ആ വ്യക്തികളുമായിട്ടൊന്ന് ഈ ദിവസങ്ങളിൽ തന്നെ സംസാരിക്കുവാൻ, ആ വ്യക്തികളുമായിട്ട് ഇടപെടുവാൻ തക്കോണം കർത്താവേ നിന്റെ ആത്മാവ് വ്യക്തികളുടെ മേൽ പ്രവർത്തിക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മയിൽ കൃപയിൽ പൊതിയണം യേശുവിന്റെ നാമത്തിൽ തന്നെ.